ആർക്കും സഹിക്കാൻ പറ്റില്ല, ആർക്കും. ഈ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ കൊണ്ടുവരുന്നത് പോട്ടെ, ഇതല്ല. ഈ കണ്ടന്റ് ഉണ്ടാക്കി ഈ കണ്ടന്റ് കൊണ്ടിട്ട് സലീം കുമാറിനെ തെറി പറയിക്കുന്ന രൂപത്തിലുള്ള, അപ്പൊ അതിലെന്തോ ഒരു പ്ലാന്റ് ആയ ഉണ്ടോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. CPM സൈബർ കടന്നലുകൾക്ക് ഒന്നും പറയാനില്ല. ആകെ ഇങ്ങനെ കറവറാന്ന് പറയല്ലാതെ ആകെ തകർന്നടിഞ്ഞ് ഇല്ലാതായി പോയി, ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ തോൽവിക്ക് പിണറായി വിജയനെ പോലെ ഉത്തരവാദിത്തങ്ങൾ ഈ സൈബർ കടന്നലിനുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നത് ഒരിക്കൽ MP ജയരാജൻ പറഞ്ഞതാ. ഇന്ന് മുഖ്യമന്ത്രിക്ക് എന്നെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറിക്കടാ എന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. എല്ലാവരും കണ്ടതാണ്. അത് യഥാർത്ഥത്തിൽ വളരെ 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 വിചിത്രവും വളരെ മോശവുമായ രൂപത്തിൽ കേരളത്തിൻ്റെ ഈ മാധ്യമ സംസ്കാരം, സാമൂഹ്യ മാധ്യമ സംസ്കാരത്തെ തകർത്ത് കളയുന്നത്. നേരെ മറിച്ച് ഇപ്പോൾ പിണറായി വിജയനാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഈ ക്യാമറക്കാരവിടെ ചെല്ലും ഇല്ല. അതാണ് വ്യത്യാസം. അവിടെയാണ് സതീശനാകുമ്പോൾ ചെയ്യാം, പിണറായി വിജയനാകുമ്പോൾ ചെയ്തുകൂടാ. അർത്ഥത്തിൽ അതുപോലെ ഒരു മാർക്സിസ്റ്റുകാരനാണ് മരിച്ച് മാർക്സിസ്റ്റ് അനുഭാവമുള്ള ഒരു നടനാണെങ്കിൽ ആരെങ്കിലും ചെല്ലില്ല. അവിടെ പാർട്ടി വലയം വയ്ക്കും, ഇവിടെ വരാൻ പറ്റില്ല എന്ന് പറയും, കിടക്കപ്പുറത്ത് എന്ന് പറയും. കഴിഞ്ഞ ദിവസമാണ് സിനിമാ താരം സലീം കുമാർ മരണപ്പെട്ടത്. നമുക്കറിയാം, സലീം കുമാർ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ കേരള പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് പ്രധാനമായും മരിച്ച ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നതിന്റെ കാരണം, അതും സൈബർ ലോകത്ത് വളരെ മോശമായി, അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അധിക്ഷേപങ്ങൾ പറയുന്നു. അതിൽ പ്രധാനമായി എടുത്തു പറയുന്ന ഒരു കാരണം, അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവന്നിട്ട് കോൺഗ്രസ്സുകാർക്ക് സലീംകുമാറിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന കമന്റുകളൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിൽ മരിച്ച ഒരാളെ വളരെ മോശമായിട്ട് സൈബർ ഇടത്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു വിഭാഗം, മറുവശത്ത് മരണാനന്തര ചടങ്ങുകളിൽ പോലും ഈ പറയുന്ന മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിക്കൊണ്ട്, ഒരു മൊബൈൽ ഫോണുമായി കടന്നു കയറിക്കൊണ്ട് അവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇമോഷനെ വെച്ച് വിറ്റ് കാശാക്കുന്ന രീതി. കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും, അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പഞ്ചായത്ത് മെമ്പർ പറയുന്നത് പോലെ നിങ്ങൾ മാറി നിൽക്കും, അവർ ചടങ്ങ് ചെയ്യട്ടെ എന്ന് പറയുന്നു. സലീംകുമാറിന്റെ മകൻ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അവിടെയുള്ള രാഷ്ട്രീയക്കാരാകട്ടെ സിനിമാ രംഗത്തുള്ളവരാകട്ടെ അവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്ന എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിലെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈൻ മാധ്യമങ്ങളോട് തട്ടിക്കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ മാറി മാറി വന്ന സർക്കാരുകൾ നിയന്ത്രിക്കേണ്ടതല്ലായിരുന്നു ഓൺലൈൻ മാധ്യമങ്ങളെ? അല്ല, എല്ലാ മാധ്യമങ്ങളെയും നിയന്ത്രിക്കേണ്ടതുണ്ട്. എന്താണ് വ്യക്തിയുടെ സ്വകാര്യത എന്ന് പറയുന്നത്? പ്രത്യേകിച്ചും അയാളൊരു ഈ പറഞ്ഞ മാതിരി ഒരു രാഷ്ട്രീയ നേതാവൊന്നുമല്ല. ആണെങ്കിൽ പോലും ഒരാളുടെ രോഗം, മരണം, അല്ലെങ്കിൽ കുടുംബത്തിനുണ്ടാവുന്ന ഒരു പ്രതിസന്ധി, ഇതിനെയൊക്കെ വലിയ തോതിൽ കണ്ടന്റ് വൽക്കരിക്കുന്ന വളരെ തെറ്റായൊരു സമീപനം നമ്മുടെ യൂട്യൂബ് മാധ്യമങ്ങൾ, വലിയ മാധ്യമങ്ങൾക്ക് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത്രേ ഉള്ളൂ. ഒരു സെൻസേഷണലൈസേഷൻ. സലീം കുമാർ കേരളത്തിന് വളരെ പ്രിയപ്പെട്ട ഒരു നടനായി, എല്ലാവർക്കും പ്രിയപ്പെട്ട നടൻ എന്നർത്ഥത്തിൽ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തൊരു നടനാണ്. അദ്ദേഹത്തിൻ്റെ അകാല വിയോഗം, കാരണം അകാല വിയോഗം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പ്രായമായിട്ടുള്ളൂ അദ്ദേഹത്തിന്, മറ്റു പല നടന്മാരെയോ മറ്റു ആളുകളെ അപേക്ഷിച്ച് വളരെ കുറച്ച് പ്രായമായിട്ടുള്ളൂ. അല്ല, തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ സജീവമായിരുന്നു. അല്ല, സജീവമായിരുന്നു, പക്ഷെ രോഗബാധിതനായിരുന്നു, അല്ലാന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് രോഗമുണ്ടായിരുന്നു, അദ്ദേഹത്തിന് കരൾ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. ഇത്ര കടുത്ത രോഗമുള്ളപ്പോഴും ഒരു ഫലിതത്തിലും ആഹ്ലാദത്തിലും സംസാരിക്കുക എന്നുള്ളത്, ഒരു കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിന് ഇല്ല. നടൻ എന്നുള്ള നിലയ്ക്ക് ഉണ്ടാവും, ജീവിതത്തിലില്ല. വളരെ പ്രസന്നവദനായ അർത്ഥത്തിൽ. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം വളരെ ഉറച്ച രാഷ്ട്രീയ നിലപാടുള്ള ആളായിരുന്നു. ഈ രാജ്യത്ത് പലരും അങ്ങനെയുണ്ട്. സിനിമാ നടന്മാർ എത്ര പേര് രാഷ്ട്രീയ നിലപാടുള്ളവരുണ്ടായിട്ടുണ്ട് അല്ലേ? നമ്മുടെ നാട്ടിൽ ഗണേഷ് കുമാർ, സുരേഷ് ഗോപി, മുരളി, നമ്മുടെ വിട്ടുപോയ മുരളി, അങ്ങനെ എത്ര നടൻ, ഇന്നസെന്റ്, KPSCയിൽ എഴുതാം, ഇവരൊക്കെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയം ഉണ്ടാവുമ്പോൾ, ഒരാൾക്ക് രാഷ്ട്രീയം ഉണ്ടാകുന്നത് കൊണ്ട് അയാൾ സിനിമാ നടന് എന്നുള്ള നിലയ്ക്കല്ല, സാധാരണഗതിയിൽ തന്നെ ഒരാൾ മരിച്ചാൽ അയാൾ അധിക്ഷേപിക്കില്ല എന്നുള്ളത് നമ്മുടെ ഒരു പൊതുമര്യാദയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു പൊതുമര്യാദ ഇല്ല എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഈ VD സതീശൻ്റെ നാട്ടുകാരനാണ്. VD സതീശൻ മുഖ്യമന്ത്രിയായി കാണണം എന്ന് വളരെ ആഗ്രഹിച്ച ഒരാളാണ്. സതീശൻ തന്നെ പറഞ്ഞൊരു കാര്യം, എൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നീ എന്നെ വിളിക്കണം, ഞാനേ ചെയ്യുള്ളൂ, വേറെ ആരും വിളിക്കാൻ പാടില്ല എന്ന് ഇങ്ങോട്ട് പറഞ്ഞ ഒരാളാണ്. അവസാന നിമിഷത്തിലും വളരെ ഓപ്പണായി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി വരൂട, നമ്മുടെ ആൾ വരൂട എന്ന്
പറഞ്ഞ് കോൺഗ്രസിന് വേണ്ടി. അദ്ദേഹം ഇപ്പം ഇതിന് രാവിലെ കോൺഗ്രസ് ആയതല്ല, രമേഷ് പിഷാരടിയുടെ പോലെ മുമ്പും തെരഞ്ഞെടുപ്പുകളിൽ നിരന്തരം അദ്ദേഹം പോയിട്ടുണ്ട്. അപ്പോൾ ഉറച്ച രാഷ്ട്രീയ നിലപാടുണ്ട്. ആ രാഷ്ട്രീയ നിലപാട് ഒരാൾക്ക് ഉണ്ടാകുന്നതിന് അയാളെ രാഷ്ട്രീയമായി വിമർശിക്കുകയും ചെയ്യാം. ഞാൻ പറഞ്ഞ രാഷ്ട്രീയമായി ഇയാളുടെ നിലപാട് ശരിയോ തെറ്റോ എന്നൊക്കെ നമുക്ക് വിമർശിക്കാം. പക്ഷേ അതിഹീനമായ രീതിയിൽ കടന്നൽ എന്താ വെച്ചാൽ CPM ആളുകളാണ് അതിലധികവും എന്നാണ് പറയുന്നത്. അല്ല, ഇപ്പോ ഒരു സിനിമാ താരത്തിന് അല്ലെങ്കിൽ എല്ലാ സിനിമാ താരങ്ങൾക്കും ഉള്ളിന്റെ ഉള്ളിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാകും. അത് ഇടത് രാഷ്ട്രീയമാണെങ്കിൽ ഒരു തരത്തിലുള്ള വിമർശനവും അവർ നേരിടാറില്ല. മറിച്ച് മറ്റൊരു രാഷ്ട്രീയമാണ് എങ്കിൽ അവരെ വളരെ രീതിയിൽ, പ്രത്യേകിച്ച് സൈബർ ലോകത്തൊക്കെ അവരെ കുത്തിപ്പറിക്കുന്ന ഒരു അല്ല, സാഹചര്യം. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് തോന്നണത് CPM സൈബർ കടന്നലുകൾക്ക് ഒന്നും പറയാനില്ലല്ലോ. ആകെ ഇങ്ങനെ കറവറാന്ന് പറയല്ലാതെ ആകെ തകർന്നടിഞ്ഞ് ഇല്ലാതായി പോയി, ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ തോൽവിക്ക് പിണറായി വിജയനെ പോലെ ഉത്തരവാദിത്തങ്ങൾ ഈ സൈബർ കടന്നലിനുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നത്. ഒരിക്കൽ MP ജയരാജൻ പറഞ്ഞതാ, ചില ആളുകളാണ്, ചില സൈബർ പോരാളികളാണ് ഞങ്ങളെ തോൽപ്പിച്ചത്, ഞങ്ങൾക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞതാ. ഇപ്പം എന്ത് പറ്റി? ഇടത് സൈബർ കടന്നലുകൾ അതിഹീനമായ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ മേരെ ആക്രമിക്കുന്നു. വേറെ ഒരു നടനും ഇത്രയും, ഇന്നസെന്റോ KPSC എഴുതിയൊക്കെ അവിടെ മരിച്ചിട്ടില്ലേ? ഇന്നസെന്റ് 2 പ്രാവശ്യം MP ആയിരുന്ന ആളാണ്. മുരളി അവരൊക്കെ മരിച്ചിട്ടുണ്ട്. ആരും അവരും കിട്ടൊന്നും അങ്ങനെ കയറിയിട്ടില്ല. തമാശയൊക്കെ പറയും എന്നുള്ളതല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ഉറച്ച രാഷ്ട്രീയമുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്താ പറ്റിയത്? CPM കടന്നലുകളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ആകെ പറയാൻ പറ്റിയ ഒരു സാധനം ഇതാണ്. അവരുടെ എല്ലാം വൃത്തികേട്, അവർ സ്ഥിരം ആളുകൾക്ക് എല്ലാവർക്കും എതിരെ വൃത്തികേട് പറഞ്ഞതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് VD സതീശനെതിരെ പറയാത്ത സംഗതിയില്ല. അതൊന്നും ജനം ഏറ്റില്ലല്ലോ. അതെല്ലാം പൊളിഞ്ഞു പാളീസായിപ്പോയി. തച്ചിനിരുന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് VD സതീശനെതിരെ കഥയുണ്ടാക്കിയതല്ലേ, നുണേശൻ അത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ VD സതീശനെയാണ് തെരഞ്ഞെടുത്തത്. ഇവരുടെ ഒരു സൈബർ ആക്രമണം അവിടെ ആയിട്ടില്ല. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു നിരാശയിൽ നിന്ന് ഉണ്ടായ ഫ്രസ്ട്രേഷൻ, നമ്മൾ പറയില്ലേ, ഫ്രസ്ട്രേഷനിൽ നിന്നുണ്ടായ ആക്രമണമാണത്. അവരെ എന്നിട്ട് പിന്നെ ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇടത് ഹാൻഡിലുകൾ സലീം കുമാർ നല്ല നടനായിരുന്നു, രാഷ്ട്രീയ മോശമായിരുന്നെങ്കിലും എന്ന രൂപത്തിലുള്ള ചില ഒപ്പിക്കലുകൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് നമുക്ക് വിയോജിക്കാം, പക്ഷെ അദ്ദേഹം അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എന്ന് പറയുന്ന ചില ഒപ്പിക്കൽ പരിപാടികൾ നടത്തി എന്നല്ലാതെ ജോയ് മാത്യു പറഞ്ഞതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏത് അർത്ഥത്തിലും അവർക്ക് അത് പറയാനേ അറിയും. സത്യസന്ധമായി അവരുടെ ഉള്ളിലുള്ളതാണ്. ഞാൻ അവരെ കുറ്റം പറയില്ല. അവരുടെ ഉള്ളിലുള്ളൊരു സ്വഭാവമാണ്. അവർക്ക് അല്ലാതെ അവർക്ക് പറയാനും പറ്റില്ല. വേറെ നല്ല രീതിയിൽ ഒരു കാര്യത്തെ വിമർശിക്കാനെന്നുള്ള ശേഷി അവർക്കില്ല. ഈ തെറി പറയാന്നല്ലാതെ ഇല്ല. ഇനി രണ്ടാമത്തെ കൂട്ടർ, നേരത്തെ ഇപ്പോൾ രമേഷ് പിഷാരടി അടക്കം പലരും എന്തിന് VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് തന്നെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറിക്കിട എന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. എല്ലാവരും കണ്ടതാണ്. അത് യഥാർത്ഥത്തിൽ വളരെ 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 വിചിത്രവും വളരെ മോശവുമായ രൂപത്തിൽ കേരളത്തിൻ്റെ ഈ മാധ്യമ സംസ്കാരം, സാമൂഹ്യ മാധ്യമ സംസ്കാരത്തെ തകർത്ത് കളയുന്നത്. കാരണം അദ്ദേഹം നടനാവാം, രാഷ്ട്രീയ നേതാവാം, പക്ഷെ ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് അച്ഛനാണ്. 2 ആൺകുട്ടികളുടെ അച്ഛനാണ്. അവരുടെ അമ്മയുടെ ഭർത്താവാണ്. ഒരു പക്ഷേ മറ്റു ബന്ധുക്കളാണ്, അളിയനോ അതുപോലെയുള്ള ആളുകളാണ്, അമ്മാമനോ അമ്മായിയോ ഒക്കെയാണ്. അവർക്ക് യഥാർത്ഥത്തിൽ ഈ ഇതിലൊരു അവകാശമുണ്ട്. അവരുടെ കർമ്മം ചെയ്യാനാണെങ്കിൽ, അദ്ദേഹം കർമ്മമൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഈ സംസ്കാരം എന്ന് പറഞ്ഞൊരു കർമ്മം ഉണ്ടല്ലോ, അതെന്തായാലും നടത്തണമല്ലോ. അത് ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ ആ ചന്തുവിൻ്റെയൊക്കെ നേരെ ഉണ്ടായ ഈ വീഡിയോയും മറ്റു സംഗതികളും അവസാനം എല്ലാവരും പ്രതികരിച്ചല്ലോ. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും, മുഖ്യമന്ത്രി മാത്രമല്ല സിനിമാ നടന്മാരടക്കം പ്രതികരിച്ചു. ഇപ്പോൾ രമേഷ് പിഷാരടി പറഞ്ഞതാണ്. പിഷാരടി ആദ്യം മുതൽ അവസാനം വരെ കൂടിയുണ്ട്. ഞാനത് നമ്മളെ വിഷ്വൽ കാണുന്നുണ്ട്. ആർക്കും സഹിക്കാൻ പറ്റില്ല, ആർക്കും. ഈ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ കൊണ്ടുവരുന്നത് പോട്ടെ, ഇതല്ല. ഈ കണ്ടന്റ് ഉണ്ടാക്കി ഈ കണ്ടന്റ് കൊണ്ടിട്ട് സലീം കുമാറിനെ തെറി പറയിക്കുന്ന രൂപത്തിലുള്ള, അപ്പം അതിൽ എന്തോ ഒരു പ്ലാൻഡ് ആയ ഉണ്ടോയെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കണ്ടന്റ് വൽക്കരണം വേറെ, അതിൻ്റെ റേറ്റിംഗ് കിട്ടാനും ഒക്കെ ഉപയോഗിക്കായിരിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ ഒരു പ്ലാൻഡ് സംവിധാനം ഇതിൻ്റെ പിന്നിൽ ഇല്ലേ എന്ന് സംശയിക്കേണ്ടതുണ്ടെന്ന് ഞാൻ പറയുന്നത്. കാരണം ഈ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം ഉള്ള ആളുകളൊക്കെ ഇതിൽ അനുശോചനം രേഖപ്പെടുത്തി എന്നുള്ളതൊക്കെ ശരിയാണ്. അതിപ്പോൾ എല്ലാവരും ചെയ്യും, ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കപ്പുറത്ത് സലീം കുമാറിനെ ടാർണിഷ് ചെയ്യാൻ അതിൻ്റെ ഭാഗം കൂടിയാണോ ഈ കണ്ടന്റ് ക്രിയേഷൻ പലരുടെയും എന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് മുഴുവൻ വിലയിരുത്തിയാലേ പറയാൻ പറ്റും.
യഥാർത്ഥത്തിൽ ഇതിലൊരു നിയന്ത്രണം ആവശ്യമുണ്ട്. വിവാഹമാവാം, മരണമാവാം, വീട് കയറി താമസമാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആവാം. അതിന് എത്രത്തോളം ഒരു സോഷ്യൽ മീഡിയയ്ക്ക് എവിടെ വരെ പോവാം? വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി ക്യാമറയും കൊണ്ട് റൂമിൽ ചെല്ലാൻ പറ്റില്ലല്ലോ. ആയതാണ്ട് അതുവരെ ചെല്ലുന്ന രൂപത്തിലുള്ള പരിപാടിയാണ് ഇപ്പോൾ ഈ ചെയ്ത പണി. അത്രയ്ക്കും കൊള്ളരുതായ്മയാണ്. പക്ഷേ ഇതിനെങ്ങനെ നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ക്യാമറയും കൊണ്ടുവരുമ്പോൾ ഒരു മരണച്ചടങ്ങാണ് അല്ലെങ്കിൽ ഒരു വിവാഹ ചടങ്ങാണെങ്കിൽ അവിടെ വരെ നിൽക്കാൻ പാടുള്ളൂ, ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. അതൊരു പൊതുകാര്യമല്ല. ഞാനൊരു പാർട്ടി മീറ്റിംഗ് വിളിക്കുകയാണ്, ശരിയാ, ചിലപ്പോൾ വന്നു വരും, അത് വേണം ചെയ്യാം. ഇതല്ലല്ലോ, തീർത്തും സ്വകാര്യമായൊരു കാര്യം. ഒരു വീട്ടിലെ മരണം, ഒരു വിവാഹം അല്ലെങ്കിൽ അതുപോലുള്ളൊരു ചടങ്ങ് നടക്കുമ്പോൾ ഇങ്ങനെ തള്ളിക്കയറി ക്യാമറയും കൊണ്ട് ചെന്ന് എടുക്കുന്ന സംസ്കാരം, അത് പ്രത്യേകിച്ചും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രൂപത്തിൽ, അതാണ് പ്രശ്നം. അവർ വല്ലാതെ തകർന്നിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. എത്ര ചെറുപ്പത്തിൽ ഒരു സ്വന്തം പിതാവ് നഷ്ടപ്പെടുന്നു, അതൊക്കെ വരുന്നു, കേരളം മുഴുവൻ വേറൊരർത്ഥത്തിൽ ദുഃഖിക്കുന്നു. ആ ഇടയിലാണ് ഈ ഇടപാട് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കാൻ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് അനുഭവിച്ച നിലയ്ക്ക് അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഇടപാട് കൊണ്ടുവരേണ്ടി വരും. വിഷ്ണുനാഥും സാംസ്കാരിക മന്ത്രി എന്ന നിലയ്ക്കും വളരെ നന്നായി പ്രതികരിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ. അപ്പം എന്തെങ്കിലും ഒരു നിയമപരമായ സംഗതി കൊണ്ടുവരണം. ഇതിന് മുമ്പ് അതൊന്നുമില്ല. ഇനി വേറൊരു കാര്യം കൂടി, നേരെ മറിച്ച് ഇപ്പോൾ പിണറായി വിജയനാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഈ ക്യാമറക്കാരവിടെ ചെല്ലുമോ? ഇല്ല. അതാണ് വ്യത്യാസം. അവിടെയാണ് സതീശനാകുമ്പോൾ ചെയ്യാം, പിണറായി വിജയനാകുമ്പോൾ ചെയ്തുകൂടാ. ആ അർത്ഥത്തിൽ അതുപോലെ ഒരു മാർക്സിസ്റ്റുകാരനാണ് മരിച്ച്, മാർക്സിസ്റ്റ് അനുഭാവമുള്ള ഒരു നടനാണെങ്കിൽ ആരെങ്കിലും ചെല്ലില്ല. അവിടെ പാർട്ടി വലയം വയ്ക്കും, ഇത് വരാൻ പറ്റില്ല എന്ന് പറയും, കിടക്കപ്പുറത്ത് എന്ന് പറയും. അപ്പം അതുകൊണ്ട് ഞാൻ കോൺഗ്രസ് മാർക്സിസ്റ്റ് എന്നുള്ളതല്ല, ഏത് വ്യക്തിയായാലും അയാളുടെ സ്വകാര്യതയെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒന്നാണ് ജനാധിപത്യം. ആ ജനാധിപത്യം നമ്മുടെ മാധ്യമങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തും ചാടിക്കയറി എടുക്കലാണ് ജനാധിപത്യം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രശ്നം.